بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മഹാന ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടെയും കൂടി ജീവിക്കണമെങ്കിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു ബൽദത്തിൻ യകൂനു ഫിഹാ അർബഅത്തുൻ ഫഅഹ്ലുഹാ മഅസൂമൂന. ഒരു നാട്ടിൽ 4 വിഭാഗം ആളുകളുണ്ടെങ്കിൽ ആ നാട്ടിലെ പാപസുരക്ഷിതരായ ഒരു വിഭാഗമായി ആ നാടിനെ അള്ളാഹു മാറ്റുകയും എല്ലാ സംരക്ഷണ വലയങ്ങളും അള്ളാഹു അവിടെ തീർക്കുകയും ചെയ്യുമെന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഇമാമുൻ ആദിലുൻ ലാ യദ്ലിം, അക്രമിക്കാത്ത ഒരു നേതാവ് ആ നാട്ടിലുണ്ടാവണം. നീതിമാനായ ഒരു ഭരണാധികാരി അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭൂലോകത്തു അണ്ടകടാഹങ്ങൾ സർവ്വതും നമ്മൾ നോക്കുമ്പോൾ നീതിയില്ലാത്ത ഭരണാധികാരികൾ എവിടെയുണ്ടോ ആ നാട്ടിൽ സമാധാനമില്ല. രണ്ടാമത് മഹാന്മാര് പറയുന്നു, ആലിമുൻ അലാ സബീലിൽ ഹുദ, സന്മാർഗിയായ ഒരു പണ്ഡിതൻ അവിടെ ഉണ്ടാവണം. അവർക്ക് നേതാവായിട്ട് നിൽക്കുന്ന, ഇമാമായിട്ട് നിൽക്കുന്ന, ആത്മീയമായ പുരോഗതികൾക്ക് വേണ്ടിയിട്ട് കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു പണ്ഡിതൻ ധാർമ്മികമായ മൂല്യങ്ങളുള്ള ആളാവണം, അവൻ സന്മാർഗിയാവണം എന്നാണ്. എന്നാൽ മഹാനായ ഖുർത്തുബി തങ്ങൾ മൂന്നാമത് പറയുന്നു, മശായിഖു യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയഹ്ദിലൂന അലാ ത്വലബിൽ ഇൽമി. അവിടെയുള്ള വൃദ്ധന്മാരായ ആളുകൾ, അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവൻ തിന്മയെ വിരോധിക്കുന്നവരുമാകണം. പ്രായമുള്ള ആളുകൾ തന്റെ സഹപ്രവർത്തകരോ അവിടെയുള്ള ചെറുപ്പക്കാരോ കുട്ടികളോ പെണ്ണുങ്ങളോ ആ കുടുംബത്തിലുള്ളവരോ നാട്ടിലുള്ളവരോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അത് തെറ്റ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ടാവണം. അത് മാത്രമല്ല, ഇൽമ പഠിക്കുന്ന ഒരു ആഗ്രഹമുള്ളവരുമായി മാറണം. തിന്മ കണ്ടാൽ ചെയ്യരുതെന്ന് പറയുന്ന ധാർമ്മിക ബോധമുള്ളവരായി നമ്മുടെ കാരണവന്മാരും നമ്മുടെ നാട്ടിലുള്ളവരും മാറണം. പക്ഷെ ഇന്ന് അതൊക്കെ മാറി തൻ്റെതായി താൻ ചുരുങ്ങി തൻ്റെ കുടുംബത്തിന്റെ ഉള്ളിൽ, അവിടെ നിന്നും ചുരുങ്ങി ബെഡ്റൂമിന്റെ ഉള്ളിൽ സ്വാർത്ഥതയുടെ അങ്ങേയറ്റത്തിന്റെ ഭാവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും അരാജകത്വങ്ങളും കടന്നു വരുന്നുണ്ട്. തിന്മ എതിർക്കാൻ ആരുമില്ല. തിന്മ എതിർക്കുന്നവരെ സദാചാര ഗുണ്ടകളായിട്ട് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്നു. അവന് പൂർത്തിയായി. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഒരു നാട് സമാധാനത്തോടു കൂടി പോവാൻ. പിന്നെ പറയുന്ന ആ നാട്ടിലുള്ള പെണ്ണുങ്ങൾ, ഒരു നാട്ടിൽ പെണ്ണുങ്ങൾ അഴിഞ്ഞാടിയാൽ ആ നാട്, പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന കുടുംബം തകർന്ന് തരിപ്പണമായി പോകും. എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നവർ പെണ്ണുങ്ങളായി മാറുമ്പോൾ, പ്രശ്നത്തിന്റെ മുന്നോടിയായി ഒരു പെണ്ണ് വിഷയമാകുമ്പോൾ അത് ഭയങ്കരമായ നാശത്തിലോട്ട് ചെന്ന് ഭവിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നിസാഉൻ മസ്തൂറാത്തുൻ, ഔറത്ത് മറയ്ക്കുന്ന പെണ്ണുങ്ങളാവണം. ആരംഭ കാലഘട്ടത്തിലുള്ള ജാഹിലിയ കാലഘട്ടങ്ങളിലുള്ള പെണ്ണുങ്ങൾ അഴിഞ്ഞാടി നടന്നതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ സാംസ്കാരിക ബോധമുള്ള, മൂല്യങ്ങളുള്ള, തിരിച്ചറിവുള്ള പെണ്ണുങ്ങൾ അവരുടെ ശാരീരികമായ അവയവങ്ങളെ മറച്ചുകൊണ്ട് എല്ലാ കണ്ണുകളിൽ നിന്നും മറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഒരു പെണ്ണിനുണ്ടാകണം. അപ്പോ അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ മറച്ച് അവൾ അഭിമാനം സംരക്ഷിക്കുന്ന പെണ്ണായി മാറുമ്പോൾ ആ നാട് സംരക്ഷിക്കപ്പെടുന്നു. അവിടെ വ്യഭിചാരമില്ലാതെ വരുന്നു. അവിടെ സാർവത്രികമായ എല്ലാ സമാധാനങ്ങളും രൂപപ്പെടുന്നു. ഇതാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ നാടുകളിൽ ഇതുണ്ടാകണം. നാടുകളിൽ അത് ഉണ്ടാകണമെങ്കിൽ അതൊരു കുടുംബത്തിൽ നിന്ന് രൂപപ്പെടണം. ആ കുടുംബത്തിൽ നിന്ന് രൂപപ്പെടണമെങ്കിൽ ആ കുടുംബത്തിലെ കാരണവർ, ആ ഹെഡ്, ആ കുടുംബത്തിന്റെ കുടുംബനാഥൻ അതിന് മുൻകൈയെടുക്കണം. അവിടെ എല്ലാ സഹകരണങ്ങളോടുകൂടി ആ കുടുംബക്കാർ മാറുമ്പോൾ, അങ്ങനെ ഓരോ വീടുകളും മാറുമ്പോൾ ആ സമൂഹം, ആ മഹല്ല്, ആ സ്ഥലം, ആ നാട് മൊത്തം നന്നാവും. എല്ലാ കുടുംബങ്ങളിലും എല്ലാ നാടുകളും അങ്ങനെയുള്ളതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദയവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.